രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം ലഭിക്കാത്ത ക്രിസ്ത്യാനികൾ. ഇന്ന് രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 190 വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും മോചനം നേടിയതിൻ്റെ ആഘോഷം. ഇന്ന് നമുക്ക് പൂജ്യ മലബാർ സഭയുടെ തലശ്ശേരി ഏരിയയുടെ ബിസിനസ് മാനേജർ പാമ്പളാനി ചേട്ടൻ്റെ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൻ്റെ പ്രസക്ത ഭാഗം ഒന്ന് കാണാം. ഭാരതത്തിൽ പലതരത്തിലുള്ള സ്വാതന്ത്ര്യ ധ്വംസനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. സത്യവിശ്വാസികൾ അതുപോലെ തന്നെ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ഒരുപറ്റം മനുഷ്യര് ഈ മണ്ണിൻ്റെ മക്കളായിട്ടുണ്ട്. വിശിഷ്യ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവര്, മിഷണറിമാർ, നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സന്യസ്തര്, അവരൊക്കെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുകയും ഏത് നിമിഷം അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. അതേ ബിഷപ്പേ, ഇതിനൊക്കെ ഇവിടെ ഒരു സമൂല മാറ്റം വരേണ്ടതുണ്ട്. പാമ്പളാനി വിലപിച്ചത് ലോകത്തൊഴിലാളികൾക്ക് മനസമാധാനമായി പഴയ പോലെ ഇവിടെ ഓടി നടന്ന് പണി ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ്. ഈ വേഷവും കൂതാശയും കച്ചവടവുമെല്ലാം ഈ രാജ്യത്തിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ വേണ്ടിയാണോ? അല്ല, ഇത് ഇവരുടെ തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ്. അതിനുവേണ്ടിയുള്ളൊരു പ്രസ്ഥാനം മാത്രമാണ് ഇത്. നിങ്ങൾ ഏതു സമയത്തും തുറങ്കിലടയ്ക്കപ്പെടാം എന്ന അവസ്ഥ ഇവിടെ ഉണ്ടായത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ നടത്തുന്ന നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, വിദേശ വിനിമയ നിയമങ്ങൾ ലംഘിച്ച് നടത്തുന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, ലൈംഗിക ചൂഷണങ്ങൾ, മടത്തലമ്മമാരെ ഭോഗിക്കുന്നത് കൂടാതെ എടുത്ത് കിണറ്റിലും പാറമടയിലും ഇടുന്ന കലാപരിപാടികൾ, ബാലികാ പീഡനങ്ങൾ, നികുതി വെട്ടിപ്പ്, ഹവാല ഇടപാടുകൾ, വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കൽ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഒക്കെ കൊണ്ട് മാത്രമാണ് നിങ്ങളിന്ന് നോട്ടപ്പുള്ളികളായി മാറിയിരിക്കുന്നത്. തരവഴികൾ കാണിച്ചു കൂട്ടിയിട്ട് അയ്യോ ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നേ, ഇവിടെ മതസ്വാതന്ത്ര്യമില്ലേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ലോകത്തൊഴിലാളികൾ അടിമകളാക്കിയത്, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇവിടുത്തെ ക്രിസ്ത്യാനി സമൂഹത്തിൻ്റെ അല്ലേ? രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു, പൗരന്മാർക്ക് തുല്യാവകാശം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു എങ്കിലും അടിമവിശ്വാസികൾ ഇന്നും സഭകളുടെ നുഖത്തിന് കീഴിലുള്ള വെറും അടിമകളല്ലേ? മാർഗവാസികളായ നിങ്ങൾ തിരുമേനിമാരായി മാറി, ജനങ്ങൾ അയ്മേനികളും. ഇവിടെ മനസമാധാനത്തോടെ പ്രകൃതിയെ സ്നേഹിച്ചും ആരാധിച്ചും നടന്ന ജനങ്ങളെ നിങ്ങൾ മതം മാറ്റി ക്രിസ്ത്യാനികൾ എന്ന ലേബൽ ചാർത്തിക്കൊടുത്തു. രാജകീയ പൗരോഹിത്യവും അടിമവിശ്വാസികളെന്ന മുണ്ണക്കുഞ്ഞാടുകളും എന്ന വേർതിരിവുണ്ടായി. എല്ലാ പൗരന്മാർക്കും തുല്യനീതി വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരല്ലേ ഇതെല്ലാം? രാജകീയ പൗരോഹിത്യം കൽപ്പിക്കുന്നു, മുണ്ണക്കുഞ്ഞാടുകൾ ആമീനടിച്ച് കുനിഞ്ഞു നിന്ന് അതെല്ലാം അനുസരിക്കുന്നു. തിരുവായ്ക്ക് എതിർവായില്ല. ചുമലനേറ്റിക്കാരൻ ഇറക്കുന്നത് കൽപ്പന, അവന് നൽകുന്ന പണം കൈമുത്ത്, അവൻ ഇരിക്കുന്നിടം അരമന, മുണ്ണക്കുഞ്ഞാട് കിടക്കുന്നിടം കൂര, നൈറ്റിക്കാരൻ്റെ കയ്യിൽ അംശപടി, മുണ്ണക്കുഞ്ഞാടിൻ്റെ കയ്യിൽ കാപ്പിപടി. നൈറ്റിക്കാരൻ വാദവും വളിയും വന്ന് ചത്താൽ കാലം ചെയ്യുക, മുണ്ണക്കുഞ്ഞാട് ചത്താൽ കാലൻ കൊണ്ടുപോകുക. നൈറ്റിക്കാരന് ഭക്ഷണം ഒരുക്കുന്നത് മേശയൊരുക്കൽ, മുണ്ണക്കുഞ്ഞാടുകൾക്കോ ശാപ്പാടൊരുക്കൽ. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിൽ കാനൂൻ നിയമത്തെ ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. റോമിലിരിക്കുന്ന പോപ്പിന്റെ മുന്നിൽ തൻ്റെ സത്വവും സകലതും അടിയറവ് പറഞ്ഞ് കപ്പം കൊടുക്കുന്ന മുതലാണ് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് വിലപിക്കുന്നത്. ഡേ പാമ്പളാനി, തനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് റോമിലേക്ക് പോകുന്നില്ല? ഈ നാട്ടിലൂടെ നടന്ന ഏതോ ഒരു ഹൈന്ദവന്റെ കൊച്ചുമോനല്ലേ താങ്കൾ? താങ്കൾ എന്നാണ് പിതാവായത്? വല്യപ്പന്റെ പേര് ചിണ്ടനെന്നാണോ കേശവനെന്നാണോ താങ്കൾ വെളിപ്പെടുത്തണം. ഓർത്തഡോക്സ് സഭയിലെ പുളിഞ്ചിയോസ് തൻ്റെ വല്യപ്പൻ ദളിതനായിരുന്നു എന്നും പാൽപ്പൊടി മേടിക്കുവാൻ ക്രിസ്ത്യാനി ആയതാണെന്നും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. വിശുദ്ധ വേദപുസ്തകം കൈകൊണ്ടുപോലും മറിച്ചു നോക്കാത്ത പാമ്പളാനി താനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നത് അജ്ഞതയുടെ അടിമത്തത്തിൽ നിന്ന്, പൗരോഹിത്യത്തിൻ്റെ അടിമത്ത നുഖത്തിൽ നിന്നും ജനങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ജനങ്ങളെ സത്യമാകുന്ന ക്രിസ്തുവിൽ നിന്നും ആട്ടിത്തെളിച്ച് നിത്യനാശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. അവരെ സഭയുടെ പൈശാചിക താരിപ്പുകളിലും കൂതാശകളിലും കുടുക്കിയിടുന്നു. കർത്താവ് ഒരു സഭയും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. കർത്താവ് യജമാനനും ശിഷ്യന്മാർ ഭൃത്യന്മാരും ആയിരുന്നില്ല. കർത്താവ് തിരുമേനിയും
ജനങ്ങൾ അൽമാന്മാരും ആയിരുന്നില്ല. പിന്നെ 5.5 മീറ്റർ തുണിയിൽ ഒരു നൈറ്റി അടിച്ച് ചന്തിവിട്ട് തൊപ്പിയും വെച്ച് നടക്കുന്ന താനൊക്കെ എങ്ങനെ തിരുമേനിമാരാകും? കർത്താവ് ഒരു തട്ടിലും കയറി നിന്ന് കുർബാന കളിച്ചിട്ടില്ല, കളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ നിങ്ങൾ ഇത്തരം ചവിട്ടുനാടകങ്ങൾ ഉണ്ടാക്കി, കുമ്പസാരവും കൂതാശകളും ഉണ്ടാക്കി അടിമവിശ്വാസികളെ അതിൽ തളച്ചിടുന്നു. ഇന്നും മൊണ്ണവിശ്വാസികൾ ഉന്നത വിദ്യാഭ്യാസവും ഉന്നത പദവികളും ഒക്കെ ഉണ്ടായിട്ടും കാലിൽ വലിയ അദൃശ്യ ചങ്ങലയുമായി ഇവന്മാരുടെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്നു. മൊണ്ണകളെ, നിങ്ങൾ ചങ്ങല പൊട്ടിച്ചെറിയുക, ഇവന്മാരിൽ നിന്നും രക്ഷപ്രാപിക്കുക. ഇനി നമുക്ക് പാംപ്ലാനിയുടെ മറ്റൊരു വിലാപം കേൾക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.6% ക്രൈസ്തവരായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രൈസ്തവരുടെ എണ്ണം 2.4% മാത്രമാണ്. അതായത് ജനസംഖ്യയിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ വലിയ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഈ സ്ഥിതിവിവര കണക്കുകളിൽ കാണേണ്ടതല്ലേ? ഇത് ഒരാളെ അന്യായമായി ആക്രമിക്കുവാൻ വേണ്ടി, തടങ്കലിൽ വയ്ക്കുവാൻ വേണ്ടി കിരാതമായ ചില നിയമങ്ങൾ, മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ പല സംസ്ഥാനങ്ങളും പാസാക്കുകയും പ്രസ്തുത നിയമത്തിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ വളരെ ദയനീയമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. സ്വാതന്ത്ര്യം ലഭിച്ച കാലയളവിൽ രാജ്യത്ത് 2.6% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത് 2025 ആയപ്പോഴേക്കും 2.4% കുറയുവാൻ കാരണം ആരാണ് പാംപ്ലാനി? താനൊക്കെ തന്നെയല്ലേ? തൻ്റെയൊക്കെ ചെയ്തികൾ കണ്ടാൽ ആരെങ്കിലും ഈ മതത്തിലോട്ട് പോരുമോ? കഴിഞ്ഞ 79 കൊല്ലം നീയൊക്കെ ഇവിടെ കിടന്ന് മലമറിച്ചിട്ട് നിന്റെയൊക്കെ കീശയും അരമനയും വീർത്തതല്ലാതെ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയോ? ഇല്ല. അവരുടെ ജീവിത നിലവാരം വർദ്ധിച്ചോ? ഇല്ല. അത് ആരുടെ പോരായ്മയാണ്? നിന്റെയൊക്കെ മാത്രം. കഴിഞ്ഞ 79 കൊല്ലം ഇതിലെ കൂടെ നടന്ന പിന്നോക്കക്കാരന്മാരെ പിടിച്ച് ക്രിസ്ത്യാനികളാക്കിയിട്ട് എന്ത് നേട്ടം ഉണ്ടായി? രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യാനികളുടെ കാര്യം പരിതാപത്തിലായി. സിവിൽ സർവീസിൽ, ഗവൺമെൻറ് സർവീസിൽ ക്രിസ്ത്യാനികൾ പിന്നോക്കം പോയി. കച്ചവടത്തിലും വ്യവസായത്തിലും ക്രിസ്ത്യാനികൾ വളരെയേറെ പിന്നോക്കം പോയി. കൃഷിയിൽ ഉൾപ്പെടെ അവർ ഇന്ന് പുറകിലാണ്. ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിനായി നീയൊക്കെ ഇവിടെ എന്ത് ചെയ്തു? നന്നായി നിന്നവന്മാരെയും കൂടെ പിടിച്ചു വലിച്ച് താഴേക്കിട്ടു. പക്ഷേ മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ, കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ കാര്യത്തിൽ, മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ കൊണ്ട് തള്ളുന്ന കാര്യങ്ങളിൽ ക്രിസ്ത്യാനികൾ ഇന്ന് മുന്നിലാണ്. ഉള്ള ഈ 2% തമ്മിൽ ഐക്യമുണ്ടോ? ഇല്ല. ഒരുത്തനും മറ്റൊരുത്തനെ കണ്ടുകൂടാ. ഒരുത്തൻ മറ്റൊരുത്തൻ്റെ പള്ളി പിടിച്ചു പറിക്കുവാൻ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ട് നിന്ന് കുർബാന കളിക്കണം എന്നും പറഞ്ഞ് തെരുവിൽ കിടന്ന് മറ്റൊരു കൂട്ടർ അടിക്കുന്നു. ഡേയ് പാംപ്ലാനി, നിന്റെയൊക്കെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പണ്ട് അരമന നിറങ്ങി നടന്നവന്മാർ തന്നെ നിന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പാംപ്ലാനി അപ്പം ഞെട്ടി. പാംപ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധവുമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാംപ്ലാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാര് കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറൊരു വിവരം. ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. അപ്പൊ വീണ്ടും മാറ്റാൻ തുടങ്ങി. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന് അവരുടെ ചോദ്യം. അപ്പൊ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോ ബജരംഗദൾ ഉൾപ്പെടെ ചേർന്ന് വീണ്ടും പള്ളി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒഡീഷയിൽ പണ്ടത്തെ പോലെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ കടന്നാക്രമമാണ്. ഏതെങ്കിലും കാണുമ്പോൾ കൈക്കും വാങ്ങിപ്പോയി പരിഹരിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഞാൻ നേരെ പറഞ്ഞാണ്, ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിൽ ജീവിക്കേണ്ടവരല്ല, അവർ പുറത്തു പോകേണ്ടവരാണ്. ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത് എന്ന് പ്രചരണം നടത്തി ഇന്ത്യ പരമ്പരാഗതമായൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന്, ഹിന്ദുത്വ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് നല്ല ധാരണയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇടക്കിടക്ക് വരുന്ന ഈ മനോമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല. രാജ്യം 79ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ തനിക്കുള്ള സമ്മാനമാണിത്. രാജ്യം 100ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ
നിങ്ങൾ ലോഹത്തൊഴിലാളികൾക്ക് ഇവിടെ വംശനാശം സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വിശുദ്ധ ഇടങ്ങളിൽ പബ്ബുകളും ബാറുകളും പ്രവർത്തിക്കും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീയൊക്കെ ദയവായി ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിനെ ദയവായി അറിയുക. ഇവിടെ ദൈവവേലയ്ക്കായി മതപരിവർത്തകരെ അല്ല വേണ്ടുന്നത്, പിന്നെയോ മനപരിവർത്തകരെയാണ്. നമ്മുടെ ക്രിസ്തുവിൻ്റെ മാർഗം നിങ്ങൾക്ക് പിന്തുടരാമോ? ആ മാർഗം ജീവിച്ച് കാണിച്ചു തരാമോ? പറ്റുമോടാ പാമ്പ്ലാനി, പറ്റുമോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.